أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهد لنا بهذا المحضر وتأتي بنظرة تأتي لنا بالظفر. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്ത് നിസായിലെ 24-ാമത്തെ ആയത്ത് ആയിരുന്നു പാരായണം ചെയ്തിരുന്നത്. അതിന്റെ തഫ്സീർ വായിക്കുകയും ചെയ്തിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു തങ്ങളുടെ ഫിരിയാദ് തഫ്സീറിൽ നിന്ന്. വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും കിതാബല്ലാഹു അലൈക്കും. ഇവിടെ ഈ ആയത്ത് ശരിക്കും മുകളിലുള്ള ആയത്തിന്റെ തുടർച്ചയാണ്. വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും. പിന്നെ ഇവിടെ ഭർത്തമതികളായ സ്ത്രീകളും നിങ്ങൾക്ക് നിശ്ചിതമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്നൊക്കെ പറഞ്ഞ സംഭവം മുകളിലുള്ള ആയത്തിന്റെ തുടർച്ചയാണ്. മുകളിലുള്ള ആയത്ത് എന്താണ് പറയുന്നത്? ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖ്വാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാതു അഖി വബനാതു അഖി വബനാതു ഉഖ്തി ഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനക്കും തുടങ്ങുന്ന ആയത്താണ്. അവിടെ ഒരുപാട് വിഭാഗം ആളുകളെ ഒരു പുരുഷന് വിവാഹം കഴിക്കൽ ഹറാമാവുന്നതാണ് വിശദീകരിക്കുക. അതിന്റെ തുടർച്ചയാണ് വൽ മുഹ്സനാത്തു മിനൻ നിസാ. പിന്നെ ഭർത്തമതികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോ ഈ രണ്ടായത്തിനെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിന്റെ ഒരു ആത്മീയ സാരം വിശദീകരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഇതിന്റെ ഒരു ബാഹ്യമായ അർത്ഥങ്ങളിലൂടെയും അതിന്റെ മസാലകളിലൂടെയൊക്കെ ആയിരുന്നു കടന്നുപോയത്. അപ്പൊ ഇതിന്റെ ഒരു ആത്മീയമായ അർത്ഥം ഇതെന്താണ് സൂചിപ്പിക്കുന്നത്, ഈ ആയത്തിലൂടെ ഉള്ള ഇശാറത്ത് എന്താണ്, ഒരു ആത്മീയ സൂചനകൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നതാണ് ബഹറുൽ മദീദില് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു തങ്ങൾ വിശദീകരിക്കുന്നത്. ഇശാറത്തുൽ, ഇതിലെ ഈ രണ്ടായത്തിലെ സൂചനകൾ എന്താണ്? അതെല്ലാം നിങ്ങൾ അറിയണം. അന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലാ യുസീറു കാമിലൻ ആരിഫൻ, ഒരു മനുഷ്യനും പരിപൂർണനായ ആരിഫാവുകയില്ല. ഹത്താ ലാ യൂലദു സലാസ, ഹത്താ യൂലദു സലാസത മർറാത്തിൻ ബഅദ ഉമ്മുൽ ജിസിയ്യത്തി. അതായത് അവന്റെ ശാരീരികമായ ഉമ്മയിൽ നിന്ന് അവൻ ജനിച്ചതിന് ശേഷം 3 പ്രാവശ്യമെങ്കിലും അവന് ജനനം സംഭവിക്കാതെ ഒരാള് പരിപൂർണനായ ആരിഫാന്ന് പറയാൻ പറ്റൂല. ഒരു പരിപൂർണനായ ആരിഫിന് 3 ജനനം സംഭവിക്കണം. അവൻ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെയും അവന് 3 ജനനം സംഭവിക്കണം. അതായത് വീണ്ടും 3 പ്രാവശ്യം അവൻ ജനിക്കണം. ഈ 3 പ്രാവശ്യം അവൻ ജനിച്ചാലാണ് അവനെ നമ്മള് പിന്നെ ഒരു കാമിലായ ആരിഫ് എന്ന് വിളിക്കുള്ളൂ. അവ്വലുഹ, അതിൽ ഒന്നാമത്തെ ജനനം എന്ന് പറയുന്നത് ഖുറൂജുഹു മിൻ ബത്നി ഹുബ്ബ് ദുനിയ ദനിയത്തി. ഒന്നാമത്തെ ജനനം ഏറ്റവും താഴ്ന്ന ദുനിയാവിന്റെ ഹുബ്ബാകുന്ന ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരലാണ്. ഇപ്പൊ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്നതുപോലെ ഏറ്റവും താഴ്ന്ന ദുനിയാവിന്റെ സ്നേഹമാകുന്ന ഹുബ്ബാകുന്ന ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരലാണ് ഒന്നാമത്തെ ജനനം. അപ്പൊ അങ്ങനെ ജനിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിനോടുള്ള ഹുബ്ബ് ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ജനനം അവനുണ്ടാവണം. സുമ്മ മിൻ ഗഫ്ലത്തി വശഹവാത്തിൽ ജിസ്മാനിയത്തി, പിന്നെ അവൻ ജനിക്കേണ്ടത് ഗഫ്ലത്തും, അതായത് അള്ളാഹുവിൽ നിന്നുള്ള അശ്രദ്ധ, ഷഹവത്ത് ജിസ്മാനിയത്തി, അവന്റെ ശാരീരികമായ ഇച്ഛകള്, ഇതൊക്കെ അടങ്ങുന്ന ഗർഭാശയത്തിൽ നിന്ന് അവൻ പുറത്തു വരണം. അപ്പൊ നമ്മൾ ഗർഭാശയത്തിന്റെ വിശേഷണം എന്താ? നമ്മൾ ഗർഭത്തില് നമ്മളെ ഭക്ഷണവും വെള്ളവും ഒക്കെ വ്യത്യസ്തമാണ്. അവിടെ നമ്മൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. നമുക്ക് നമ്മളെ ഉമ്മ കഴിക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള വേറൊരു അന്തരീക്ഷം. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരുമ്പോ നമ്മൾ വേറെ ലോകത്തേക്ക് പ്രവേശിച്ച പോലെയാണ്. അതുപോലെയാണ് നമ്മള് ഒന്നാമതായിട്ട്
നമ്മളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒന്നാമതായി നമ്മൾ ദുനിയാവിന്റെ ഹുബിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരണം. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ ജീവിതവും ഗർഭാശയത്തിലുള്ള ആളുകളുടെ ജീവിതവും ദുനിയാവിന്റെ സ്നേഹമാകുന്ന ഗർഭാശയത്തിലുള്ള ആളുകളുടെ ജീവിതവും രണ്ടും ഒരുപോലെ ആവില്ല. അതുപോലെ തന്നെ ഗഫലത്തി വ ഷഹവാത്തിൽ ജിസ്മാനിയത്തി, അള്ളാഹു തൊട്ടുള്ള അശ്രദ്ധയുടെയും ദേഹേച്ഛകളുടെയും ലോകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ഗർഭാശയത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്നും പുറത്തു വരണം. അതിൽ നമ്മൾ പുറത്തു വന്നാൽ നമ്മളും അവരും ഒരുപോലെ ആവില്ല. തുമ്മമിൻ അഖ്വാനിൽ ദുൽമാനിയത്തി, പിന്നെ അന്ധകാരത്തിന്റെ ഇടുങ്ങിയ ലോകത്തുനിന്ന് ഇലാ ഫളാഇൽ മുശാഹദത്തി, അള്ളാഹുവിന്റെ ദിവ്യ കാഴ്ചയുടെ ദിവ്യ സാക്ഷാത്കാരത്തിന്റെ വൽ മുആയനത്തി, ദിവ്യ കാഴ്ചയുടെ വിശാലമായ ലോകത്തേക്ക് അവൻ കടന്നു വരണം. നമ്മൾ ദുനിയാവിന്റെ ഹുബിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ അള്ളാഹിന്റെ അശ്രദ്ധയിൽ നിന്നും ഷഹവാത്തിന്റെയും ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ അവൻ പുറത്തു വരേണ്ടത് എന്താണ്? അന്ധകാരത്തിന്റെ ലോകമുണ്ട്. അന്ധകാരത്തിന്റെ ലോകം എന്ന് പറഞ്ഞാൽ പ്രകാശം അള്ളാഹു മാത്രമാണ്, ബാക്കിയൊക്കെ അന്ധകാരം. ദുനിയാവ് അന്ധകാരാണ്, ആഖിറൊക്കെ അന്ധകാരം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പ്രകാശമായിട്ട് പരിഗണിക്കുമ്പോൾ, അപ്പം ആ അള്ളാഹു അല്ലാത്ത എല്ലാ അന്ധകാരത്തിന്റെയും ഇടുങ്ങിയ ലോകത്ത് നിന്ന് അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്ന അവന്റെ ദിവ്യ കാഴ്ച ഉറപ്പുവരുന്ന വിശാലമായ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു വീഴണം. വഖാല ബഅദുൽ ഔലിയാക്കന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ലൈസ മിന്ന മൻ ലം യൂലദ് മറത്തൈൻ, ലൈസ മിന്ന നമ്മളിൽ പെട്ടവനല്ല. അതായത് നമ്മളെ ഔലിയാക്കന്മാരിൽ ആരിഫീങ്ങൾക്ക് നമ്മൾ കൂട്ടാൻ പറ്റൂല. മൻ ലം യൂലദ് മറത്തൈൻ, 2 പ്രാവശ്യം അവൻ ജനിച്ചിട്ടില്ലെങ്കിൽ. ഇവിടെ 2 തവണ എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ഇതിൽ മൂന്ന് രൂപത്തിലുള്ള ജനനം പറഞ്ഞല്ലോ. ഒന്നെന്താ? ദുനിയാവിനോടുള്ള ഹുബിന്റെ ജനനാണ്, ഹുബിൽ നിന്നുള്ള ജനനാണ്. അതിനെ പറ്റിയും വസാലിസ, മൂന്നാമത് പറഞ്ഞ എന്താ? ദുൽമാനിയായ അള്ളാഹു അല്ലാത്ത എല്ലാ അന്ധകാരത്തിന്റെ ഇടുങ്ങിയ ലോകത്തു നിന്നും അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്ന അവന്റെ ദിവ്യമായ കാഴ്ചയെ അനുഭവിക്കുന്ന വിശാലമായ ലോകത്തേക്കുള്ള ജനനം. ഈ 2 ജനനത്തിനെ പറ്റിയാണ് ഇവിടെ നമ്മളെ കൂട്ടത്തിൽ ആരെയും നമുക്ക് എണ്ണാൻ പറ്റൂല, അവർ 2 പ്രാവശ്യം ജനിച്ചിട്ടില്ലെങ്കിൽ എന്ന് ഔലിയാക്കന്മാര് പറഞ്ഞത്. ഫൈദാ ഹറജൽ ഇൻസാന ഫീ ഹാദിൽ ബുതൂനി, ഈ ഒരു ഗർഭാശയത്തിൽ നിന്ന് ഈ മനുഷ്യൻ പുറത്തേക്ക് വന്നാൽ ഹറമല്ലാഹു അലൈഹി ബിനിക്കാഹിഹാ, പിന്നെ അതിന് കല്യാണം കഴിക്കൽ, വറുജൂ ഇലിഹ, അതിലേക്ക് മടങ്ങിപ്പോവൽ അവന് ഹറാമാണ്. അപ്പൊ ഇവിടെ ഈ ആയത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരെ കല്യാണം കഴിക്കല് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മ ആവുക എപ്പോഴാണ്? നമ്മൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ, അപ്പോഴാണല്ലോ അത് നമ്മളെ ഉമ്മയാവുക. അപ്പൊ നമ്മള് ദുനിയാവിന്റെ ഹുബിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഷഹവാത്തുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഗഫലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, അല്ലാത്ത എല്ലാത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്നാൽ പിന്നെ നമ്മൾ അതിലേക്ക് അകത്തേക്ക് പോയാൽ നമുക്ക് അനുവദനീയല്ല. ഉമ്മന്റെ ഗർഭാശയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 10 മാസമോ 12 മാസമോ 1 വർഷമോ 1.5 വർഷമോ ഒക്കെ നമുക്ക് 2 വർഷമൊക്കെ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിൽക്കാം. പക്ഷെ ഗർഭാശയത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റൂല, അത് ക്ലോസ്ഡ് ഡോറാണ്. അപ്പൊ അതേപോലെയാണ് നമ്മൾ ഈ ദുനിയാവിന്റെ ഹുബിൽ നിന്നും ഷഹവാത്തുകളിൽ നിന്നും അതുപോലെ അല്ലാത്ത എല്ലാത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റൂല. അതൊക്കെ നമ്മൾ ഉമ്മയായി മാറി. ആ ഉമ്മയിലേക്ക് ഉമ്മനെ നിക്കാഹ് കഴിക്കാൻ നമുക്ക് പറ്റൂല. അതുപോലെ തന്നെ അതിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് പറ്റൂല. അതാണ് ഇവിടെ ഈ ആയത്ത് പറഞ്ഞതിന്റെ ഒരു സാരം. ഹുരിമത്താലേക്കും ഉമ്മഹാത്തുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മനെ കല്യാണം കഴിക്കൽ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞതിന്റെ സാരം അതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഹറാമാണ്. അലൈഹി റുജൂ ഇലാ തവല്ലദു മിനദ്ദല്ലാത്ത്, നിങ്ങളിൽ നിന്ന് വന്ന തെറ്റുകളാകുന്ന മക്കൾ,
ഇവിടെ രണ്ടാമത് പറഞ്ഞല്ലോ എന്താണ്, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം എന്താണ്? ഒമാ വഖദ യഹ്റമു അലൈഹി റുജൂഉ ഇലാ മാ തവല്ലദ മിൻഹു മിനസ് സല്ലാത്ത്, തെറ്റുകളിൽ നിന്ന് നിങ്ങളെ മക്കളിലേക്ക് നിങ്ങൾ മടങ്ങൽ നിങ്ങൾക്ക് ഹറാമാണ്. വൽ അഹ്വാലു ദുൽമാനിയത്തി, അതുപോലെ അന്ധകാരത്തിന്റെ അഹ്വാലുകളിലേക്ക്, നിങ്ങളിൽ നിന്ന് വന്ന അന്ധകാരത്തിന്റെ അവസ്ഥകളിലേക്ക് മടങ്ങൽ നിങ്ങൾക്ക് ഹറാമാണ്. ഒമാ കാന അലിഫഹു തവാഹ മഅഹു മിനൽ ബത്താലത്തി വൽ മുഅല്ലഫാത്ത്, അതുപോലെ തന്നെ നിങ്ങൾ ശീലിച്ചിരുന്ന, നിങ്ങൾ സൗഹൃദം സ്ഥാപിച്ചിരുന്ന മോശപ്പെട്ട സ്വഭാവങ്ങളെയും ദുശീലങ്ങളിലേക്കും മടങ്ങൽ നിങ്ങൾക്ക് ഹറാമാണ്. അപ്പൊ അതിനാണ് തവാഹ, നിങ്ങൾ സൗഹൃദം സ്ഥാപിച്ച മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്കും അതുപോലെ തന്നെ മഅലൂഫാത്ത് എന്ന ദുശീലങ്ങളിലേക്കും ദോഷങ്ങളിലേക്കൊക്കെ മടങ്ങൽ നിങ്ങൾക്ക് ഹറാമാണ്. അപ്പൊ ഇവിടെ ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അഹ്വാത്തുക്കും എന്ന് പറഞ്ഞില്ലേ, ഈ അഹ്വാത്തുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിക്കുന്നത്, ദുശീലങ്ങള്, അതുപോലെ തന്നെ നിങ്ങളുടെ മോശപ്പെട്ട സ്വഭാവങ്ങള്, അതിലേക്കൊക്കെ മടങ്ങൽ നിങ്ങൾക്ക് ഹറാമാണ്. വമാ വജദ അലൈഹി അസ്ലഫഹു മിനത്ത് തഅസ്സുബാതി വൽ ഹമിയാതി വറിയാസാതി, അതുപോലെ തന്നെ നിങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ള, സലഫിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടില്ല തഅസ്സുബാത്ത് എന്ന കാഠിന്യങ്ങൾ. നമ്മൾ നമ്മളെ വാപ്പ അമ്മ ഒക്കെ നല്ല കഠിന സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാത്തിലും കാർക്കശ്യമുള്ള ആൾക്കാരാണ്. നമുക്കും ആ കാർക്കശ്യം ഉണ്ടാവും. അപ്പൊ തഅസ്സുബാത്ത് എന്ന ആ ഒരു കാർക്കശ്യങ്ങള്, വൽ ഹമിയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ദേഷ്യം, റിയാസാത്ത് അതുപോലെ തന്നെ സ്ഥാനമോഹം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതിലേക്കൊന്നും മടങ്ങിപ്പോവാൻ നമുക്ക് പറ്റൂല. ഇതൊക്കെ നമുക്ക് ഇത് പരമ്പരയിൽ നിന്ന് കിട്ടിയായിരിക്കും, പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ മടങ്ങിപ്പോകാൻ പറ്റൂല. അതിനൊന്നും കല്യാണം കഴിക്കാൻ പറ്റൂല പറഞ്ഞാൽ അതിലേക്കൊന്നും മടങ്ങിപ്പോകാൻ പറ്റൂല. വലാ ഫറഖ ബൈനമാ വാജഹു മിൻ ദാലിക മിൻ ഖബലി ആബാഇഹി വ ഉമ്മആതി, അത് നിങ്ങളുടെ വാപ്പന്മാരിൽ നിന്ന് കിട്ടിയാലും ഉമ്മമാരിൽ നിന്ന് കിട്ടിയാലും നിങ്ങളെ സ്വഭാവം, നിങ്ങൾ ആ ഒരു കർക്കശമായ സ്വഭാവം, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സ്വഭാവം, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന സ്വഭാവം, നിങ്ങൾക്ക് ഇതും വാപ്പന്മാരിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഉമ്മമാരിൽ നിന്ന് കിട്ടിയാണെങ്കിലും അതിലേക്കൊന്നും മടങ്ങൽ നിങ്ങൾക്ക് ഹലാലല്ല. അതിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഇവിടെ ആയത്ത് ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാകും. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖ്വാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും എന്ന് പറഞ്ഞ ഒബനാത്തു അഖി ഒബനാത്തു ഉഖ്തി വഉമ്മഹാ, ഇങ്ങനെ തുടങ്ങി ഈ വരുന്ന ഈ ഭാഗം വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖ്വാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തു അഖി വബനാത്തു ഉഖ്തി. അപ്പൊ നിങ്ങളുടെ വാപ്പന്മാര് വഴിയുള്ളത്, ഖാലാത്തുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാപ്പന്റെ സഹോദരി അതുപോലെ തന്നെ ഉമ്മന്റെ സഹോദരി, ഇവരൊക്കെ നമുക്ക് ഹറാമാണ്. ബനാത്തു അഖി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സഹോദരന്റെ മകള്, ബനാത്തു ഉഖ്തി സഹോദരന്റെ മകള്, അവരൊക്കെ നമുക്ക് ഹറാമാണ്. അപ്പൊ അതാണ് ഇവിടെ വരെ പറഞ്ഞത്. വകദാലിക മർതദഅ മിൻ സദഇ ശഹവാതി മിൻ ലിബനിൽ ഗഫലതി, അതുപോലെ തന്നെ മർത്തദ എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധത്തിലുള്ള ഷഹവാത്തിന്റെ മാറിൽ നിന്ന് മുലകുടി ബന്ധത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഹറാമാണ്. ലിബാനിൽ ഗഫല, അവിടെ നിന്ന് ആ ഷഹവാത്തിന്റെ മാറിൽ നിന്ന് നമ്മൾ കുടിച്ചത് എന്താണ്? ലിബാനിൽ ഗഫല, അള്ളാഹു നിന്നുള്ള അശ്രദ്ധയുടെ പാല്. തറാഖുമിൽ അഖിന്നാത്ത്, അതുപോലെ തന്നെ കൂട്ടിവെക്കപ്പെട്ട അള്ളാഹുൽ നിന്നുള്ള മറകള്, ഇതൊക്കെയാണ് നമ്മൾ അവളിൽ നിന്ന് ആ ഷഹവാത്തിന്റെ ദേഹേച്ഛകളുടെ മാറിൽ നിന്ന് നമ്മള് എടുത്തിട്ടുള്ള പാല് എന്ന് പറയുന്നത് ഇതാണ്. യുബാദിറയില്ലാത്ത ഹരീമിഹ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹറാമുകളായ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം.
വഫിതാമി നഫ്സിഹി അൻഹാ, നിങ്ങളെ നഫ്സിനെ ആ ഒരു മുലകുടി നിങ്ങൾ മാറ്റണം. ഖബ്ല തഹക്കുമിഹ, അത് നിങ്ങളെ മുകളിൽ അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ്. കമാ ഖാലൽ ബുസൂരി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഇതുപോലെ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ, അന്നഫ്സു ഖത്തിഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റദാഇ വ ഇൻ തഫ്തിൻഹു യൻഫതിമി. അന്നഫ്സു ഖത്തിഫ്ലി, നഫ്സ് എന്ന് പറയുന്നത് എന്താണ്? തിഫ്ലിനെ പോലെയാണ്, ഒരു കുട്ടീനെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, നിങ്ങൾ അതിനെ വെറുതെ വിട്ടാൽ, ആ കുട്ടീനെ നിങ്ങൾ വെറുതെ വിട്ടു. ആ കുട്ടി നിങ്ങൾ മുലകുടി കുടിക്കുന്ന കുട്ടിയായിരിക്കുമല്ലോ, ആ കുട്ടി നിങ്ങൾ വെറുതെ വിട്ടു. ശബ്ബ അലാ ഹുബ്ബിർ റദാഇ, അവൻ വലുതായി ഒരു ഷാബാവും, ഒരു യുവാവായി മാറും. അലാ ഹുബ്ബിർ റദാ, അവൻ മുലകുടിക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ വലുതായി വരുന്നൊരവസ്ഥ ഉണ്ടാവും. ഇൻ തുഫ്തിൻഹു യൻഫതിമി, എന്നാൽ ആ മുലകുടി നിങ്ങൾ മാറ്റിയാലോ ആ മുലകുടി നിൽക്കുകയും ചെയ്യും. അപ്പൊ ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. നമ്മളെ ദേഹേച്ഛകളെ, ഷഹവാത്തുകളെ, ദുനിയാവിനോടുള്ള ഹുബിനെ, സ്ഥാനമാനങ്ങളോടുള്ള ഹുബിനെ, ഇതൊക്കെ മനുഷ്യൻ അല്ലാഹു ഓൾറെഡി വെച്ചതാണ്. ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിനൊക്കെ അരുതി വെക്കണം. ഇതിനൊക്കെ നമ്മൾ ഈ മുലകുടി നമ്മൾ മാറ്റണം. അങ്ങനെ നമ്മൾ മാറ്റിയാലേ ആ സാധനം നമ്മൾ പോവുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവും, മരണം വരെ കണ്ടിന്യൂ ആവും. അത് അത് നമ്മളൊക്കെ പറയാ നമുക്ക് ഉള്ളതാണ്, എനിക്ക് മാറ്റാൻ പറ്റൂല, അങ്ങനൊന്നുമില്ല. എല്ലാം മാറ്റാൻ പറ്റും. അത് മാറ്റാൻ പറ്റാത്ത എന്തുകൊണ്ട്? നമ്മളത് മാറ്റാനുള്ള ശ്രമം നടത്താത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ ഒരു മുലകുടി ബന്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ മുലകുടി ബന്ധത്തിനെ പറ്റി പറഞ്ഞതാണ് ഇവിടെ. ബനാത്തു ഉഖ്തി പറഞ്ഞില്ലേ, ഉമ്മഹാതുകും അല്ലാത്തി അർളഅനകും വഅഖ്വാതുകും മിൻ റളാഇ വഉമ്മഹാതു നിസാഇകും. അപ്പോ ഇവിടം വരെ പറഞ്ഞ റളാ, മുലകുടി ബന്ധത്തിൽ നിന്നുള്ള ഉമ്മമാര്, അതുപോലെ തന്നെ അവരുടെ സഹോദരിമാര്, അവർക്കൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞതിന്റെ ആത്മീയമായ സാരം എന്ന് പറയുന്നത് ഇതാണ്. മുലകുടി ബന്ധത്തിലൂടെയുള്ള നമ്മളെ ഷഹവാത്തുകൾ, അതായത് ഷഹവാത്തിന്റെ മാറിൽ നിന്ന് നമ്മൾ കുടിച്ച അള്ളാഹുൽ നിന്ന് അശ്രദ്ധയുടെയും അതുപോലെ തന്നെ അള്ളാഹുൽ നിന്ന് മറകൾ നമ്മൾ കൂട്ടിവെച്ചതിന്റെയും ഒക്കെ ഉള്ള ബന്ധങ്ങൾ, അതൊക്കെ നമുക്ക് ഹറാമാണ്. വഖദായ ഹറമു അലൈഹി, അതുപോലെ തന്നെ നമുക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ്. സുഹബത്തു മനിർത്തലാമാഹു മിൻ ഹാദ സദി ഖബ്ലൽ ഫിതാമി മിനൽ ഖുവാതി വൽ അഹ്വാത്ത്. അതുപോലെ തന്നെ നമ്മള് മുലകുടി മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ആ ഒരു മാറിൽ നിന്ന് മുലകുടിച്ച ഉഖ്വത്ത് സഹോദരിമാരെയും നമുക്ക് ഹറാമാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഅഖ്വാതുകും മിൻ റദാഅ വഅഖ്വാതുഹും മിൻ റദാഅ എന്ന് പറഞ്ഞാൽ ഈ മുലകുടി ബന്ധത്തിൽ നിങ്ങൾക്കുള്ള സഹോദരിമാര് നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞത് ഇവിടെ നമ്മളെ ഈ ഷഹവാത്തിന്റെ മാറിൽ നിന്ന് നമ്മൾ കുടിച്ച സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരും സഹോദരിമാരും നമുക്ക് ഹറാമാണ്. വഖദാ ഉമ്മഹാത്തുൽ ഖതായ, അതുപോലെ തന്നെയാണ് തെറ്റുകളുടെ ഉമ്മമാരെയും അവരുടെ തെറ്റുകളുടെ ഉമ്മമാരെ നിങ്ങൾക്ക് ഹറാമാണ്. തെറ്റുകളുടെ ഉമ്മമാരെന്താ? എല്ലാ തെറ്റിന്റെയും ഉമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് എല്ലാ തെറ്റിന്റെയും ഉറവിടം എന്ന് പറയാൻ പറ്റുന്ന സംഭവം, അതിനാണ് ഉമ്മഹാത്ത് എന്ന് പറയുന്നത്. എല്ലാം അതിൽ ഉൾപ്പെട്ടു, ആ തെറ്റുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഹറാമാണ്. വഹിയ, അതെന്താണ്? ഹുബ്ബു ദുനിയാ, അത് ദുനിയാവിനോടുള്ള സ്നേഹാണ്. റിയാസത്തി, അതുപോലെ തന്നെ സ്ഥാനമോഹങ്ങളോടുള്ള സ്നേഹാണ്. വൽജാഹ്, അതുപോലെ തന്നെ പദവികളോടുള്ള സ്നേഹാണ്. അപ്പം ദുനിയാവിനോടും സ്ഥാനമാനങ്ങളോടൊക്കെ ഉള്ള സ്നേഹമാണ് എല്ലാ തെറ്റിന്റെയും ഉമ്മ. അപ്പൊ അത് നമുക്ക് ഹറാമാണ്. വഖദാലിക ഹുരിമത് അലൈക്കും റബായിബുൽ അലായികി വൽ അവായിക്, അതുപോലെ തന്നെ റബീബുകളും നമുക്ക് ഹറാം. മലയാളത്തിൽ റബീബ എന്നാ പറയാ. റബായിബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭാര്യന്റെ മുമ്പുണ്ടായിരുന്ന ഭർത്താവിലുള്ള മക്കൾ. അപ്പോ നമ്മൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ആ പെണ്ണിന് വേറൊരു ഭർത്താവില് മക്കളുണ്ട്, ആ പെൺകുട്ടിയുണ്ട്, അവരെ നമുക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ്. അപ്പൊ അവിടെ അതാണ് ബാഹ്യമായ അർത്ഥം.
അതിന്റെ ആന്തരികമായ അർത്ഥമാണ് പറഞ്ഞത്. കദാലിക് ഹുരിമത്ത് അലിക്കും റബായിബ്. ആ റബായിബ് എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്? അല്ല അലായിക്ക് വല്ല അവായിക്ക്. ഇവിടെ പറഞ്ഞ ഈ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, റബായിബിക്കും എന്ന് പറഞ്ഞു. റബായിബ് എന്താ? റബായിബ് എന്ന് പറഞ്ഞാൽ അലായിക്ക് വല്ല അവായിക്ക്. അലായിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചങ്ങല, നമ്മളെ പിടിച്ചു കെട്ടിയിട്ടുള്ള ചങ്ങലകളുണ്ട്. അള്ളാഹുലേക്കുള്ള യാത്ര നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളെ പിടിച്ചു കെട്ടിയിട്ടുള്ള കുറെ അള്ളാഹു അല്ലാത്ത ബന്ധങ്ങളുണ്ട്, ചങ്ങലകളുണ്ട്. അതിനാണ് അലായിക്ക് എന്ന് പറയുന്നത്. അതുപോലെ വല്ല അവായിക്ക്. അവായിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിലുള്ള തടസ്സങ്ങൾ, ചങ്ങലകൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്നതാണ്. അവായിക്ക് എന്ന് പറഞ്ഞാല് തടസ്സങ്ങൾ, നമ്മൾ മുന്നോട്ടുള്ള യാത്ര നമ്മൾ തടഞ്ഞു നിർത്തുന്നതാണ്. അതാണ് അവായിക്ക് എന്ന് പറയുന്നത്. അല്ല അവായിക്ക്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾ പിന്നോട്ട് നയിക്കുന്ന ചങ്ങലകളും അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മൾ തടഞ്ഞു നിർത്തുന്ന തടസ്സങ്ങളും അതൊക്കെ നമുക്ക് ഹറാമാണ്. എന്തിനു വേണ്ടി ഹറാമാണ്? ലിയദ്ഖുലൂ ബിലാദിൽ ഹഖായിഖ്. എന്തുകൊണ്ട് അതൊക്കെ ഹറാമാന്ന് പറയുന്നത്? തദ്ഖുലൂ നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. ബിലാദിൽ ഹഖായിഖ്, ഹഖായിഖിന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണക്കാർക്ക് ഹറാമല്ല. സാധാരണക്കാർക്ക് ഇതൊക്കെ ഹലാലാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹറാമാവുന്നത്? ലിതദ്ഖുലൂ ബിലാദിൽ ഹഖായിഖ്, ഹഖായിഖിന്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. വഇല്ലം തകൂനൂ മിൻ അഹ്ലിൽ ഹഖായിഖ്, നിങ്ങൾ ഇനി അഹ്ലിൽ ഹഖായിഖിന്റെ ആളുകളല്ലേ? നിങ്ങൾ ഹഖായിഖിന്റെ ആളുകളല്ലേ? ആത്മീയമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലേ? ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. റബായിബുല്ലാത്തി ഹുജൂരിക്കും നിസായിക്കും അല്ലത്തി ദഖൽതും ബിഹിന്ന ഫഇൻലം തകൂനു ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും. ഇവിടെ ഫലാ ജുനാഹ അലൈക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫലാ ജുനാഹ അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് പറയാണ്. ഫഇൻലം തകൂനു അഹ്ല ഹഖായിഖ്, നിങ്ങൾ ഹഖായിഖിന്റെ ആളുകളല്ലെങ്കിൽ ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കുന്തും മിൻ അവാമിൽ ഖലായിഖ്, കാരണം നിങ്ങൾ എന്താണ്? നിങ്ങൾ സാധാരണ ജനങ്ങൾപ്പെട്ട ഒരാൾ മാത്രമാണ്. കദാലിക യഹ്റുമു അലൈക്കും മൻ ഹല്ലലി അബ്നായി ജിൻസിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഹറാമാവും. മൻ ഹല്ലലി അബ്നായി ജിൻസിക്കും, മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള മനുഷ്യർക്ക് ഹലാലായ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഹറാമാവും. മിൻ തആത്തിൽ അസ്ബാബി ബിൽ ഇസ്തിആലി ബിഹാ, മിൻ തആത്തിൽ അസ്ബാബി വൽ ഇസ്തിആലി ബിഹാ അൻ ഖിദ്മത്ത് റബ്ബിൽ അർബാബ്. രാജാതിരാജനായ അല്ലാഹുവിന്റെ ഖിദ്മത്തിൽ മുഴുകുന്നതിന് പകരം അവന്റെ കാരണങ്ങളുമായി മുഴുകുക, അതില് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹറാമാവുന്നു. സാധാരണക്കാർക്ക് അത് ഹറാമല്ല. അതായത് അള്ളാഹു വെച്ച കാരണങ്ങളാണ് നമ്മളെ ജോലി, നമ്മളെ വീട്, നമ്മളെ ഭാര്യ, ഭർത്താവ്, മക്കള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഡോക്ടർ, ജോലിക്കാരന്, അങ്ങനെ തുടങ്ങി ഇതൊക്കെ അള്ളാഹു വെച്ച കാരണങ്ങളാണ്. പല കാര്യങ്ങൾ നമുക്ക് നേടിത്തരാൻ വേണ്ടി. അപ്പൊ ആളുകള്, സാധാരണ മനുഷ്യന്മാര് അള്ളാഹുലേക്ക് തിരിയുന്നതിന് പകരം ഈ കാരണങ്ങളുമായി മുഴുകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഹലാലാണ്. പക്ഷെ അള്ളാഹിലേക്ക് തിരിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. കാരണം അവർക്ക് ഇങ്ങനെ കാരണങ്ങളിലേക്ക് തിരിയാൻ പറ്റൂല. റബ്ബുൽ അർബാബായ അള്ളാഹിന്റെ ഖിദ്മത്തിലേക്ക് മാത്രമേ അവർക്ക് തിരിയാൻ പറ്റൂ. അതുപോലെ തന്നെ മൗല, അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിനോടുള്ള ഹുബ്ബും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നതും നമുക്ക് പറ്റൂല, അവർക്ക് പറ്റും. അള്ളാഹിലേക്കുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, യാത്ര ചെയ്യാൻ ഒരുങ്ങിയവർക്ക് അത് പറ്റൂല. എന്നാ അല്ലാത്തവർക്ക് പറ്റും. എല്ലാത്തവരും പറയും കുറച്ചൊക്കെ ദുനിയാവും വേണം, കുറച്ചൊക്കെ അള്ളയും വേണം, കുറച്ചൊക്കെ ഇതും വേണം, കുറച്ചൊക്കെ അതും വേണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അത് സാധാരണക്കാർക്ക് പറ്റും. എന്നാൽ അതേസമയം അള്ളാഹിലേക്ക് തിരിഞ്ഞ ആളുകൾക്ക് അള്ളാഹിനോടുള്ള മഹബത്ത് മാത്രമേ പറ്റുള്ളൂ. ദുനിയാവിനോട് വരെ അവർ മഹബത്ത് വെക്കുന്ന അള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ടായിരിക്കണം. ഖാല ഷാഫി റളിയല്ലാഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മനിദ്ദഅ അന്നഹു ജമിയ ബൈന ഹുബ്ബിൽ ദുനിയ വഹുബ്ബിൽ ഖാലിഖഹ ഫഖദ് കദബ. മനിദ്ദഅ, ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ, അന്നഹു ജമഅ ബൈന ഹുബ്ബിൽ ദുനിയ, അവൻ ദുനിയാവിനോടുള്ള ഹുബ്ബും വഹുബ്ബുൽ ഖാലിഖിഹ, അതുപോലെ തന്നെ അവന്റെ റബ്ബ്, അവനെ സൃഷ്ടിച്ച റബ്ബിനോടുള്ള ഹുബ്ബും അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ, ഒരാൾ പറയാണ് എനിക്ക് അള്ളാഹിനെയും സ്നേഹമുണ്ട് ദുനിയാവിനെയും സ്നേഹമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദബ, അവൻ കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ പറ്റൂല. അവിടെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ഫലാ ജുനാഹ അലൈക്കും വഹലായ അബ്നായിക്കും അല്ലദീന മിൻ അസ്ലാബിക്കും വൻ തജ്മഉ ബൈന ഉഖ്തൈനി ഇല്ലാ മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. ഈ പറഞ്ഞ ഭാഗത്തിന്റെ ആത്മീയമായ സാധനമാണ് പറഞ്ഞത്. എന്ത് ഫലാ ജുനാഹ അലൈക്കും വഹലായ അബ്നായിക്കും അല്ലദീന മിൻ അസ്ലാബിക്കും വലാ തജ്മഉ ബൈന ഉഖ്തൈനി, നിങ്ങൾ രണ്ട് സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല. ഇല്ലാ മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. ഈ പറഞ്ഞ ഭാഗമാണ് ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് ഹറാമായതുപോലെ മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് ഹറാമാവണമെന്നില്ല. അവർക്ക് കാരണങ്ങളുമായി ബന്ധപ്പെടാം. അവർക്ക് ദുനിയാവിനെ ആഖിറത്തിനെയൊക്കെ ഒരുമിച്ച് ദുനിയാവിനെ അള്ളാഹിനോടുള്ള ഹുബ്ബൊക്കെ ഒരുമിച്ച് കൂട്ടാം. പക്ഷെ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് അത് ഒരുമിച്ച് കൂട്ടാൻ പറ്റൂല, നിങ്ങൾക്കത് ഹറാമാണ് എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ സാരം എന്ന്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളിലേക്ക് ചേർത്തി വരുന്നതാണ് അടുത്ത ലൈനും വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും കിതാബല്ലാഹു അലൈക്കും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹറാമായത് എന്ന് അള്ളാഹ് പറയാണ്. ഇതാണ് അള്ളാഹ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഇതൊക്കെയാണ് എന്ന് അള്ളാഹ് പറഞ്ഞത്. ഇവിടം വരെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ വിശദീകരണത്തിൽ വരും. ഓഹില്ല അഹില്ലക്കും എന്ന് പറഞ്ഞ പിന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇദാ ഖറജ്തും മിൻ ബത്നി ഷഹവാത്ത്, ആരെങ്കിലും ദേഹേച്ഛകളുടെ ബത്നിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാൽ വറഫൽത്തും മാ കുൻതും അലൈഹി മിനൽ അവാഇദി വൽ മഅലൂഫാത്ത്, അതുപോലെ തന്നെ അവൻ തിരസ്കരിച്ചാൽ മാ കുൻതും അലൈഹി മിനൽ അവായിദ്, അവന്റെ രീതികളെയും മഅലൂഫാത്ത്, അവന്റെ ദുശീലങ്ങളെയൊക്കെ അവൻ തിരസ്കരിച്ചാൽ, ദേഹേച്ഛകളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, ദുശീലങ്ങളും അതുപോലെ തന്നെ അവന്റെ രീതികളും ഒക്കെ അവൻ തിരസ്കരിച്ചു. ഫീമാ യശ്അലു ഫിക്റതഹും മിൻ ഉലൂമിർ റസ്മിയാത്ത്, അതുപോലെ തന്നെ റസ്മിയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരികത, കാട്ടിക്കൂട്ടൽ, അതൊക്കെയാണ് റസ്മിയ എന്നാൽ. അപ്പോ ഈ ഔപചാരികതയുടെയും കാട്ടിക്കൂട്ടലിന്റെയും അറിവിൽ നിന്ന് അതിൽ നിങ്ങളെ ബുദ്ധി അതിലിങ്ങ് മുഴുകുന്നതിൽ നിന്ന് ഒരാൾ അതിൽ നിന്ന് പരിത്യാഗം ചെയ്തു വന്നാൽ, ഒരാളെ ദേഹേച്ഛകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നാൽ, അതുപോലെ തന്നെ അവന്റെ രീതികളെയും അവന്റെ ദുശീലങ്ങളെയും ഒക്കെ അവൻ തിരസ്കരിച്ചാൽ, അതുപോലെ തന്നെ അവന്റെ ബുദ്ധി മുഴുകുന്ന റസ്മിയാത്തിന്റെ കാട്ടിക്കൂട്ടലുകളുടെ അറിവിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാൽ, അങ്ങനെ നമ്മൾ അറിവ് പഠിക്കുന്നുണ്ടാവും. അല്ലെ ഈ അറിവുകളൊക്കെ കാട്ടിക്കൂട്ടലുകളായിരിക്കും. ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഇതൊക്കെ നന്നാക്കാം, ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഇതിനൊക്കെ മോടി പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. ഇഖ്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഇൽമിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ ഹല്ലലക്കും മാ വറാദാലിക്കും, അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, അവന് ഹലാലാണ്. അതാണ് ഇവിടെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. ഓഹില്ലലക്കും മാ വറാദാലിക്കും, ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ അവന് ഹലാലാണ്. ഈ കാര്യങ്ങളൊക്കെ അവൻ ഹറാമാക്കിയാൽ, ഇതിൽ നിന്നൊക്കെ അവൻ മാറി നിന്നാൽ ഹല്ലലക്കും മാ വറാദാലിക്കും, അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ അവന് ഹലാലാണ്. മിൻ ഉലൂമിൽ ദുനിയത്തി, എന്താണ് അവന് ഹലാലാവുന്നത്, അവന് അനുവദനീയമാവുന്നത് എന്താണ്, ഇതൊക്കെ അവനെ ഹറാമാക്കി മാറ്റി നിർത്തിയാൽ, ഇതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടാൽ അവന് ഹലാലാണ്, അവന് പ്രവേശനം അനുവദനീയമാണ്. മിൻ ഉലൂമിൽ ദുനിയത്തി, അള്ളാഹുൽ നിന്നുള്ള നേരിട്ടുള്ള ഇൽമിന്റെ ലോകത്തേക്ക് അവന് പ്രവേശനം ഹലാലാണ്, അനുവദനീയമാണ്. അതുപോലെ റബ്ബാനിയായ രഹസ്യങ്ങളിലേക്കുമുള്ള പ്രവേശനമാണ് അവന് അനുവദനീയമാണ്. അതെന്താണ് അല്ലത്തി വറാഅത്തൗറുൽ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇതിന്റെ അപ്പുറമാണ് ഈ കാര്യങ്ങളൊക്കെ. വലാ തുദ്രികു ബിത്തുറൂസി, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂല. ബിത്തുറൂസ് എന്ന് പറഞ്ഞാല് പുസ്തകങ്ങളുടെ താളുകളെയാണ് തുറൂസ് എന്ന് പറയാം. തർസ് എന്ന് പറഞ്ഞാൽ അതാണ് പുസ്തകത്താളുകൾ. അപ്പൊ പുസ്തകത്താളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂല. വലാബിൻ നുഖൂലി, അതുപോലെ കൈമാറ്റം നൽകി കിട്ടിയ ഇൽമുകളിലൂടെ ഒന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂല. അപ്പൊ ഈ ലദുന്യായ ഇൽമിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ, റബ്ബാനിയായ രഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശനം കിട്ടിയാൽ, ആ പ്രവേശനം കിട്ടിയ ഇൽമിന്റെ പ്രത്യേകത എന്താണ്, അതൊരു ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇൽമല്ല. അതുപോലെ തന്നെ ഒരു പുസ്തകത്താളുകളിലും നമുക്ക് അത് കണ്ടെത്താൻ പറ്റൂല. നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒരു കാര്യത്തിലും നമുക്കതിനെ കണ്ടെത്താൻ സാധിക്കൂല.
വൈലേഹി അഷാറ ബിൻ ഫാരിദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഒരു വലിയ സൂഫി കവിയായിട്ടുള്ള ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഹൈസു ഖാല, അവിടുന്ന് പറഞ്ഞു, വലാ തഖൂമിമ്മൻ തൈശതുഹു തുറൂസുഹു ബിഹൈസു ഇസ്തഹഫത് അഖ്ലുഹു വസ്തഫർജത്. വലാ തഖൂമിം ഇമ്മൻ തൈശതുഹു തുറൂസുഹു, നിങ്ങൾ എന്ത് ചെയ്യരുത്, എഴുത്തുകൾ കൊണ്ട് ബുദ്ധി മരവിച്ച വിഡ്ഢികളായി മാറരുത്. തുറൂസു എന്ന് പറഞ്ഞാല് പേപ്പറുകളിൽ എഴുതിയ അറിവുണ്ടല്ലോ, ആ അറിവ് മാത്രം പഠിച്ച വിഡ്ഢികളായി മാത്രം നിങ്ങൾ മാറരുത്. ബിഹൈസു ഇസ്തഹഫത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ചുരുക്കാണ് സംഭവിക്കുന്നത്, നിങ്ങൾ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അക്കലോഹോ, നിങ്ങളുടെ ബുദ്ധിനെ നിങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വസ്തഫസത്ത്, അതുപോലെ തന്നെ നിങ്ങൾ അതുകൊണ്ട് വൈതെറ്റി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ബുദ്ധി ഇല്ലാണ്ടാവുക ചെയ്യുന്നത്, നിങ്ങൾ വൈതെറ്റി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പുസ്തകത്താളുകളോടുള്ള ഇൽമിൽ മാത്രം നിങ്ങളെ തളച്ചിടാൻ പാടില്ല. നഖലി, എന്നിട്ട് അതിന് ശേഷം അതിന്റെ അപ്പുറത്തുള്ളൊരു നക്കലിയായ പകർന്നു ലഭിച്ച ഇൽമിന്റെ അപ്പുറത്തുള്ളൊരു ഇൽമുണ്ട്, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. യദിക്കോ, അത് വളരെ സൂക്ഷ്മമായ ഒരു ഇൽമാണ്. അൻ മദാരിക്കൽ ആയാത്തിൽ ഒക്കൂൽ, അത് ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളുകൾക്ക് വരെ ആ ബുദ്ധി കൊണ്ട് വരെ നേടിയെടുക്കാൻ പറ്റൂല. ആ സലീമത്തി, ഏറ്റവും ശരിയായ ഏറ്റവും ഉന്നതമായ ബുദ്ധിയുള്ള ആളുകൾക്ക് വരെ ആ ഇൽമിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളെ പുസ്തകത്താളുകളിലൂടെ ലഭിച്ച ഇൽമിനെ പഠിക്കണം, അത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഇൽമിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിങ്ങൾ വിഡ്ഢികളായി പോകരുത്. അതിന്റെ അപ്പുറത്ത് വേറൊരു സൂക്ഷ്മമായ ഇൽമുണ്ട്, അത് ഒരു ബുദ്ധിക്കും നേടിയെടുക്കാൻ പറ്റുന്നതല്ല, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. തലക്കൈതുഹു മിന്നി, ഞാൻ അതിനെ നേടിയെടുത്തിട്ടുണ്ട് എന്നിൽ നിന്ന് തന്നെ. അപ്പോ ആ അറിവ് വേറെ ആരും എന്നെ പഠിപ്പിച്ചതല്ല, എന്നിൽ നിന്ന് കിട്ടിയാണ്. വാന്നി അഹത്തുഹു, ഞാൻ എന്നിൽ നിന്ന് തന്നെയാണ് അത് സ്വീകരിച്ചത്. വനഫ്സി കാനത്ത് മിൻ അതായി മംദൂദത്തി, അത് അള്ളാഹു എനിക്ക് അതായിട്ട്, അതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്മാനമായി തന്നാണ്. മംദൂദത്തി മംദൂദിഹി, എങ്ങനെ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്മാനമായി അള്ളാഹു എനിക്ക് തന്നതാണ് എന്ന് ഈ കവിതയിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ കാര്യമാണ്. നിങ്ങള് അള്ളാഹു ഈ പറഞ്ഞ ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിന്ന്, നിങ്ങൾ ഷഹവാത്തുകളിൽ നിന്ന് മാറി നിന്ന്, ദുനിയാവിലേക്കുള്ള ഇഷ്ടത്തിൽ നിന്ന് മാറി നിന്ന്, അതുപോലെ തന്നെ ദുനിയാവിനോ അള്ളാഹു അല്ലാത്ത എന്തൊക്കെ വിഷയങ്ങളായിട്ട് നിങ്ങൾ ബന്ധിക്കുന്നുണ്ട് അതൊന്നൊക്കെ മാറി നിന്ന് നിങ്ങൾ കൽബ് അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് നിർത്തിയാൽ നിങ്ങൾക്ക് അത് ലദുന്യായ ഇൽമിലേക്കും റബ്ബാനിയായ ഇസ്റാറിലേക്കും ഒക്കെയുള്ള പ്രവേശനം ഉണ്ടാവും എന്ന് പറഞ്ഞതിലേക്കുള്ള സൂചനയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഫാരിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ പറഞ്ഞത്. വാറദന, പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ മഹാനവറുകൾ വിശദീകരിക്കണം. വാറദന, അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് മിൻകും, നിങ്ങളിൽ നിന്ന്, അം തബ്തഉ ബിബദലിൽ അംവാലിക്കും, നിങ്ങൾ തേടുക, ബിബദലി അംവാലിക്കും, നിങ്ങളെ സ്വത്തുക്കളെ ബലിയർപ്പിച്ചുകൊണ്ട്, വൽ മൊഹജിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെയും ബലിയർപ്പിച്ചുകൊണ്ട്, തിൽക്കൽ ഉലൂമുൽ മുഖദ്ദസത്തി, ഈ പരിശുദ്ധമായ അറിവുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, വസ്റാറിൽ മുതഹരത്തി, ഈ പവിത്രമായ രഹസ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളെ തന്നെയും അതുപോലെ നിങ്ങളെ സ്വത്തിനെയും ബലിയർപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വഹില്ലലക്കും വറായതാലിക്കും എന്നുള്ള പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞത്. അൻ തബ്തോ ബി അംവാലിക്കും, പിന്നെ നിങ്ങള് അവരെ തേടണം, അതായത് നിങ്ങള് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തേടണം. ബി അംവാലിക്കും, നിങ്ങളെ സ്വത്ത് കൊണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബാഹ്യമായ അർത്ഥം നമ്മൾ കഴിഞ്ഞ മുമ്പ് വിശദീകരിച്ച്. ഇവിടെ അതിന്റെ ആന്തരികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ തബ്തോ ബി അംവാലിക്കും, നിങ്ങൾ സ്വത്തുക്കൾ കൊണ്ട് നിങ്ങൾ അതിന് തേടണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലദുന്യ ഇൽമിലേക്കുള്ള പ്രവേശനം നമുക്ക് വേണോ, അതുപോലെ തന്നെ ആത്മീയമായ രഹസ്യങ്ങളുടെ ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ തേടണം. ബിഅംവാലിക്ക്, നിങ്ങളെ സ്വത്തുകൾ ത്യജിച്ചുകൊണ്ട് നിങ്ങളെ സ്വത്തുക്കൾ നിങ്ങൾ അതിനു വേണ്ടി ബലിയർപ്പിക്കണം. നിങ്ങൾ ആ അള്ളാഹുവിനെ കിട്ടാൻ നിങ്ങൾ കൊടുക്കേണ്ട മഹർ എന്ന് പറയുന്നത്, ഇവിടെ അംവാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്വത്തിനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മഹറാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹിനെ കിട്ടാനുള്ള മഹർ എന്താ? അള്ളാഹിനെ കിട്ടാനുള്ള മഹർ നിങ്ങളുടെ സ്വത്തിനെ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ തന്നെ സ്വന്തത്തിനെ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ അള്ളാഹിനെ കിട്ടൂ. അതിന് മഹാന്മാര് പറഞ്ഞത് കാണാം, പിന്നെ അള്ളാഹിനെ കിട്ടാനുള്ള മഹർ അള്ളാഹു വെച്ചിട്ടുള്ള ദുനിയാവും ആഖിറും ആണെന്ന്. ദുനിയാവിനെയും ആഖിറത്തിലെയും ഒരാഗ്രഹവും നമുക്കില്ലാത്ത അവസ്ഥയിലേ അള്ളാഹ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ദുനിയാവും ആഖിറും നമ്മൾ
അള്ളാഹുവിൽ സമർപ്പിച്ചാൽ നമുക്ക് അള്ളാഹിനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹിനെ ബലിയർപ്പിക്കുകയാണ്. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ബലിയർപ്പിക്കുകയാണ്. അമ്പാലിക്കും, നിങ്ങളുടെ സ്വത്തുക്കളെ, മൊഹജിക്കും, നിങ്ങളെ തന്നെയും ദിൽകുലൂമുൽ മുഖദ്ദസത്തി, ഈ പരിശുദ്ധമായ അറിവ് ലഭിക്കാൻ വേണ്ടി, അസ്റാറുൽ മുതഹറത്തി, അതുപോലെ ഈ പവിത്രമായ രഹസ്യങ്ങൾ നേടി എടുക്കാൻ വേണ്ടി, മുതഹസ്സിനീന മിൻ ദനസിൽ ഹിസ്സി വൽ ഹവാ, പക്ഷെ അതിന് സംരക്ഷണം നേടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേടുമ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ സമ്പത്തിനെയും നമ്മളെ തന്നെയും ഒക്കെ ത്യജിക്കുമ്പോൾ നമ്മൾ സംരക്ഷണം തേടിയിട്ടുണ്ട്. മീൻ ധനസി ഹിസ്സി വൽ ഹവ, അതായത് ധനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശുദ്ധമായ കാര്യങ്ങൾ, മേൽ ഹിസ്സി വൽ ഹവ, ഹിസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും, ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ദേഹേച്ഛകളിൽ നിന്നും, ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ ഉള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നമ്മൾ നേടിയിട്ടുണ്ട്. ഐറ മുബാശിരീന നജാസത്ത് ദുനിയാവിന്റെ നജസിനെ അഭിമുഖീകരിക്കുന്നതിൽ നമ്മൾ മാറി നിന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും ദേഹേച്ഛകളുടെയും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷണം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിന്റെ നജസ്സുകളിൽ നിന്ന് അഭിമുഖീകരിക്കുന്നതിൽ നമ്മൾ മാറിയിട്ടുണ്ട്. വലാ മുസ്തഹിബീനമ അഹലിഹ, അതുപോലെ തന്നെ ദുനിയാവിന്റെ അഹലുകാരുമായി സഹവസിക്കുന്നത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ലിതതമത്തഉ ബിശുഹൂദി അസ്റാരിഹ, എന്തിനു വേണ്ടി? ലിതതമത്തഉ, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി, ബിശുഹൂദി അസ്റാരിഹ, അള്ളാഹിന്റെ രഹസ്യങ്ങളെ സാക്ഷ്യം വഹിക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടൊക്കെ നമ്മൾ അള്ളാഹിന്റെ രഹസ്യങ്ങളെ സാക്ഷ്യം വഹിക്കാൻ, ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തത്? നമ്മളെ ഇന്ദ്രിയങ്ങളുടെയും ദേഹേച്ഛകളുടെയും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷണം നേടി. അതുപോലെ ദുനിയാവിന്റെ നജസ്സുകളെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിന്നു. അതുപോലെ അതിന്റെ ആളുകളെ സഹവസിക്കുന്ന നമ്മൾ ഒഴിവാക്കി. അങ്ങനെ വന്നപ്പോൾ ഇതത്തമത്തഉ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ബിശുഹൂദി അസ്റാരിന, എന്റെ അള്ള പറയുന്ന പോലെയാണ് പറയേണ്ടത്. ബിശുഹൂദി അസ്റാരിന, നമ്മുടെ രഹസ്യങ്ങളെ സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞല്ലോ, മുഹ്സിനീന ഫലാ ഹസ്തമത്തും ബിഹി മിൻഹുന്ന ഫആതൂന്ന ഉജൂറുന്ന ഫരീദ എന്നൊക്കെ, ഫമസ്തംതഅതും ബിഹി എന്ന് പറഞ്ഞല്ലോ. അവിടെ തതമത്തഉ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, അതായത് നിങ്ങൾക്ക് ഇതിനെ ആസ്വദിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത്. അൻവാരുൽ ഖുദ്സിയ്യത്തി, അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായ രഹസ്യങ്ങളെ, പരിശുദ്ധമായ പ്രകാശങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി. ഫമസ്തംതഅതും ബിഹി മിൻ ദാലിക, ഈ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ ആസ്വദിച്ചാൽ, ഫസൂനുഹു അൻ ഐരി അഹ്ലിഹി, അതുപോലെ തന്നെ ഇതിന്റെ ആളുകളല്ലാത്തവരിൽ നിന്ന് നിങ്ങൾ ഇതിനെ സംരക്ഷിച്ചു നിർത്തിയാൽ, ഫലാ ജുനാഹ അലൈക്കും. അപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, വഹുലക്കും അവറാദാലിക്കും ദബ്തു അംബാലിക്കും മുഹ്സിനീൻ മുസാഫിയൻ ഫലസ്തംതഅതു ബിഹിന്ന ഫആതുഹുന്ന ഉജൂറുഹുന്ന ഫരീദ, ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ വിശദീകരിച്ചത്. നിങ്ങൾക്ക് അതിനെ ആസ്വദിക്കാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ അസ്റാറുകളെ സാക്ഷ്യം വഹിച്ചാൽ, പരിശുദ്ധമായ അൻവാറുകളെ ആസ്വദിച്ചാൽ എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അമസ്തബിഹി ബിൻ ദാലിക, ആരെങ്കിലും ഇതിൽ നിന്ന് ആസ്വദിച്ചാൽ, ഫസുനൂഹു അൻ ഐരി അഹ്ലി, അതിന്റെ അഹലുകാരല്ലാത്ത ആളുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു നിർത്തിയാൽ, അതായത് നമ്മളിപ്പോ അള്ളാഹിന്റെ അസ്റാറുകൾ, അള്ളാഹിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞു, അതുപോലെ അള്ളാഹിന്റെ പ്രകാശങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് മറ്റുള്ളവരിലേക്ക്, അത് അതിന്റെ അഹലുകാരല്ലാത്തവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റൂല. നമ്മൾ ശരീഅത്തിന്റെ ഇൽമും ചരിത്രവും ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പറ്റും, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹിന്റെ അസ്റാറുകളും രഹസ്യങ്ങളും അവന്റെ പ്രകാശങ്ങളൊന്നും അത് എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതുപോലെ ഒരു ഭാര്യയും ഭർത്താവിന്റെ ഇടയിലുള്ള പല കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പോലെ. അതുകൊണ്ടാണ് സുനൂഹുമൻ അൻ ഐരി അഹ്ലി, അതിന്റെ അഹലുകാരല്ലാത്തവരിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു നിർത്തിയാൽ. പിന്നെ വലാ ജുനാഹ അലൈക്കും. അപ്പൊ ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഒരു വീണ്ടും വരുന്നുണ്ട്, വലാ ജുനാഹ അലൈക്കും. അപ്പോ അവർക്ക് കുഴപ്പമില്ല, അവനൊരു തെറ്റുമില്ല. ഫീമാ തറാലൈത്തും ബിഹി മിൻ ഇതാഇഹി ലിഅഹ്ലിഹി, അപ്പം അതിന്റെ അഹലുകാർക്ക് അത് കൊടുത്താൽ അവന് കുഴപ്പമില്ല. അപ്പൊ ഈ അറിവുകൾ ലഭിച്ചു ഒരാൾക്ക്, അള്ളാഹിന്റെ അസ്റാറുകളെ കുറിച്ചും അൻവാറുകളെ കുറിച്ചും ഒക്കെ ഉള്ള അറിവുകൾ ലഭിച്ചു. അപ്പോ ആ അറിവുകൾ ഉള്ള വേറെ ആൾക്കാരുണ്ടാവുമല്ലോ,
അവർക്ക് അവർ പരസ്പരം ഒരു എഗ്രിമെന്റിൽ എത്തിക്കൊണ്ട് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിന്റെ അഹലുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് വലാ ജുനാഹ അലൈക്കും എന്നുള്ള പറഞ്ഞത്. മിംബൈ ഹിഫ്ലി അമ്മൻ ലാ യസ്തഹിഖുഹു, അതിന്റെ അഹലുകാരല്ലാത്ത, അതിന് കൊടുക്കാൻ പറ്റാത്ത, ആ അറിവ് കൊടുക്കാൻ പറ്റാത്ത ആളുകളിൽ നിന്ന് അത് ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ അഹലുകാരിൽ നിന്നുള്ള ആളുകളെ ഒരു പരസ്പരമുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെന്റിൽ നമ്മളത് കൊടുക്കുന്നത് നമുക്ക് കുറ്റമുള്ള കാര്യമല്ല. അല്ലാഹു തആല അലം. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും അള്ളാഹിന്റെ നമ്മളിപ്പോ ഫത്ഹായി അള്ളാഹിന്റെ രഹസ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശം കിട്ടിയാൽ ആ പറഞ്ഞ രഹസ്യങ്ങളായി കീപ്പ് ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. അത് നമുക്ക് ഒരു മനുഷ്യനോടും പറയാൻ പറ്റൂല, പറയാൻ നമുക്ക് അനുവാദം തന്നവരോടല്ലാതെ. അപ്പൊ നമ്മളത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് ചിലപ്പോ നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ടാവും, മരണം വരെ നമ്മളെല്ലാ കാര്യങ്ങളും പക്കയ്ക്കും, നമ്മൾ ഈ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നുണ്ടാവില്ല. ഇത് നമ്മൾ എല്ലാവരോടും പറഞ്ഞെടുക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഈ ചെയ്ത കാര്യം ഏറ്റവും വലിയ തെറ്റാണ് അതാണ് സമയത്തോളം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇഷാറത്ത്. ഈ രണ്ടായത്തുകളെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങളെ വിശദീകരിച്ചത്.